ഈ സെക്കൻഡ് സ്റ്റഡും തേർഡ് സ്റ്റഡും ഫോർത്തും ഒക്കെ അടിക്കുന്നവർ ഇതെന്തായാലും അറിഞ്ഞിരിക്കണം. കാരണം ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്. നമ്മുടെ ചെറിയ ചെറിയ അശ്രദ്ധകളാണ് നമ്മളെ വലിയ വലിയ കാര്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ഹലോ, മുമ്പ് ഞാനൊരു കിലോയിഡിന്റെ വീഡിയോ ഇട്ടപ്പം എന്നെ പോലെ തന്നെ സെയിം സിറ്റുവേഷനുള്ള ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചും അല്ലാണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ കുറച്ച് ഡൗട്ട്സുകൾ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നൊരു വീഡിയോ ഇതിനെ പറ്റിയിട്ട് തന്നെ അങ്ങ് ചെയ്യാം. ആദ്യമേ തന്നെ ഈ കിലോയിഡ് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ കിലോയിഡ് എന്ന് പറഞ്ഞ സാധനം എനിക്ക് വന്നത് ചെവിയിലാണ്. ഞാൻ തേർഡ് സ്റ്റഡ് കുത്തിയപ്പോഴാണ് എനിക്ക് കിലോയിഡ് വന്നത്. ഇതല്ലാണ്ട് സെക്കൻഡ് സ്റ്റഡ് കുത്തുന്നവർക്കും ഈ സെയിം സിറ്റുവേഷൻ വരാറുണ്ട്. ഇനി കിലോയിഡ് വന്നാൽ തന്നെ അത് ഒരുപാട് വളരാൻ നോക്കി നിൽക്കാതെ അതിന് മുമ്പേ തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എന്റെ ഒരു സിറ്റുവേഷൻ പറയാന്നുണ്ടെങ്കിൽ എനിക്ക് കിലോയിഡ് വന്നിട്ട് ഏകദേശം 1.5 വർഷമായി കഴിഞ്ഞിരുന്നു. എന്നാലും ഒരുപാട് അത്രയും വളർന്നിട്ടും ഉണ്ടായിരുന്നില്ല. ഞാനൊരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിവതും നമ്മൾ സ്വയമേ തന്നെ ചികിത്സിക്കാതിരിക്കുക. ഉടനെ തന്നെ ഏതെങ്കിലും നല്ലൊരു ഡെർമറ്റോളജി ഡോക്ടറിനെ കൊണ്ട് കാണിക്കുക. നമുക്ക് ഈ വന്നൊരു കിലോയിഡിലേക്ക് സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ ആണ് ചെയ്യുന്നത്. ഇനി കുറെ പേർക്ക് ഉണ്ടായിരുന്ന ഡൗട്ടാണ് ഈ കിലോയിഡിലേക്ക് ഈ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ നല്ല വേദന എടുക്കുമോ എന്നുള്ളത്. ഒട്ടും തന്നെ പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമല്ല അത്. പിന്നെ ചോദിച്ചൊരു ചോദ്യമാണ് ഇത് കുത്തിവെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന്. മെയിൻലി ഞാൻ ഈ ഒരു ചോദ്യം എന്നെ കുത്തിവെച്ച ഡോക്ടറിനോട് തന്നെ ഞാൻ ചോദിച്ചതാണ്. അവർ പറഞ്ഞത് ഒരു പ്രശ്നവും വരില്ല, നിങ്ങൾ പേടിക്കേണ്ട എന്നുള്ളത് തന്നെയാണ്. എന്റെ ഫസ്റ്റ് സിറ്റിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ പകുതിയിൽ കൂടുതൽ കിലോയിഡും ചുരുങ്ങിയിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ കിലോയിഡ് നിങ്ങൾ ഒരു വട്ടം ട്രീറ്റ്മെന്റ് ചെയ്ത് മാക്സിമം ഫ്ലാറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെയും അതിലേക്ക് കമ്മലോ ഒന്നും കാര്യങ്ങൾ ഇടാതിരിക്കുക. കാരണം എന്നെപ്പോലെ തന്നെ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് ഇത് ഷെയർ ചെയ്യുന്നത്. ഇനി ഞാൻ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നത് വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ തന്നെയാണ്. എൻ്റെ ഒരു ഫ്രണ്ട് മുമ്പ് അവിടെ പോയി ട്രീറ്റ്മെന്റ് ചെയ്തു. അതിൽ ഞാൻ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ പോയി തന്നെ ചെയ്തത്. ഈ കാണുന്നൊരു മരുന്ന് എനിക്ക് ഡോക്ടേഴ്സ് തന്നെ സജസ്റ്റ് ചെയ്തതാണ്. കാരണം ഈ ഒരു ഇഞ്ചക്ഷന് ശേഷം അതിനു മുമ്പ് ഇത് പുരട്ടിക്കൊള്ളാൻ എന്നോട് പറഞ്ഞിരുന്നു. ഇത് മൊത്തത്തിൽ ഇത് കംപ്ലീറ്റ്ലി നമ്മുടെ കിലോയിഡിനെ മാറ്റത്തൊന്നുമില്ല, ഒരു ചെറിയ വ്യത്യാസം നമുക്ക് അനുഭവപ്പെടും. പിന്നെ എന്നോട് ഡോക്ടർ മെയിൻ ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ്, നമുക്ക് ഈ ഒരു കാതില് ഈ സെയിം സ്ഥലത്ത് കിലോയിഡ് ഉണ്ടെങ്കിൽ മേ ബി അത് ഇപ്പുറത്തും വരാനുള്ള ചാൻസസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ ഇതുവരെ ദൂരിട്ടില്ല. ഞാൻ ചെയ്യുന്ന വലിയ മിസ്റ്റേക്ക് ആണ്. പക്ഷെ ഞാൻ സൂൺ ഇത് മാറ്റുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് കിലോയിഡിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ കൂടുതലുണ്ടെന്ന് വെച്ചാൽ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് അയച്ചോളൂ. ഞാൻ എനിക്ക് പറ്റുന്നത് പോലെ തന്നെ ഞാൻ റിപ്ലൈ തരുന്നതാണ്. ഈ കിലോയിഡ് എന്ന് പറയുന്ന സാധനം നിങ്ങൾ അങ്ങനെ നിസ്സാരമായിട്ടൊന്നും തള്ളിക്കളയരുത് കേട്ടോ. കാരണം നമ്മൾ ഇത് നല്ല രീതിക്ക് ഇരട്ടിയായിട്ട് വളരുന്ന ഒരു സാധനമാണ്. നമ്മുടെ ഈ ചെവിയുടെ പുറകെന്ന് പറഞ്ഞാൽ നമ്മുടെ അധികം ശ്രദ്ധ ചെല്ലാത്ത ഒരു സ്പേസ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അത് നോക്കാതിരുന്ന് അത് കുറച്ച് കൂടുതലായി അങ്ങ് വളർന്ന് വലുതാവും. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ ഇതൊരിക്കലും വേദന എടുക്കുമെന്നും പറഞ്ഞ് നിങ്ങൾ ചെയ്യാതിരിക്കരുത്. ഇത് വേദന എടുക്കുന്ന കാര്യമൊന്നുമല്ല. ഇത് പിന്നെയും ഇരട്ടിയായി വളർന്നുകൊണ്ടിരിക്കുന്നതല്ലാതെ വേറെ ഒന്നും അവിടെ സംഭവിക്കില്ല. ഇനി കിലോയിഡ് എന്ന് പറഞ്ഞ സാധനം ട്രീറ്റ്മെന്റ് ചെയ്താലും ഫുൾ ആയിട്ട് പോകില്ല. ഇത് പിന്നെയും വരാനുള്ള ചാൻസസ് ഉണ്ടെന്നാണ് ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞത്. അപ്പൊ എന്തായാലും ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.